അപ്പൊ നമ്മളൊരു ഡേക്കേഷന് പോകണം. നമ്മളെ അക്വാവഞ്ചർ അറ്റ്ലാന്റിസിലെ എല്ലാവരും ബർത്ത്ഡേക്കൊക്കെ ഫ്രീ ആയിട്ട് പോകുന്ന സംഭവം തന്നെ. അവിടെ ഒരുപാട് ഐറ്റംസ്, അതായത് ഈ നമ്മളെ റൈഡ്സ് അല്ലാതെ വേറെയും കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. റൈഡ്സിലൊക്കെ കയറി എടുത്ത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഇറ്റ്സ് മീറ്റ് മിസ്റ്റർ തയ്യിബ്. അതിലൊക്കെ ഉണ്ടാവും ഒരാൾട്ടാ. മാനേജർമാരെ കുറിച്ചിട്ട് ഭയങ്കര കുറ്റം പറയും. പക്ഷെ അവരെ മുമ്പിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർ അവൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം ചെയ്യുന്നല്ലോ. എന്താ അങ്ങനത്തെ ഒരുത്തനാണ് ബസ്സിൻ്റെ അവസ്ഥ. അതാണ് ഒരു തീർത്ഥാടന യാത്രക്ക് പോകണവരുണ്ട്. അപ്പോൾ തയ്യിബ് സാധനം കൂടെ ഞങ്ങൾ ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കാൻ റെഡിയല്ല, അവരൊക്കെ തന്തോഹി പോയിക്കണം. അതുകൊണ്ട് ഫോൺ വാങ്ങിച്ചിരിക്കണം. മൂത്രയ്ക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇതാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ്. എടാ നമ്മൾ കണ്ടുപിട്ടില്ലേ ഞങ്ങൾ അക്വാവഞ്ചർ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒഴിവാക്കി തരുന്നല്ലോ, പ്രാവശ്യം ഇങ്ങനെ കയറി. അതെ 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 അതെ. അങ്ങനെ അറ്റ്ലാന്റിസിൽ ഫുൾ ടീം അറ്റ്ലാന്റിസിൽ റീച്ചായി. തയ്യിബൊക്കെ കോസ്റ്റ്യൂം ചേഞ്ച് ആക്കി. ആരപ്പത് സ്റ്റിക്കിറ്റൊക്കെ സെൽഫി. ഓ റൊണാൾഡോ. ജനസാഗരം മൊത്തം ഒക്കെ നമ്മളെ മുന്നിലല്ലേ അല്ലേ? അവിടുന്ന് ആ തല മുതൽ തല വരെ നമ്മളെ മുന്നിൽ. വേൾഡിലെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കിലോട്ട് വന്നാണ് പുതിയ. എങ്ങനെ ഇത് കഴിഞ്ഞല്ല സോറി നമ്മള് പ്രദീപൻ ഫ്രം ശ്രീലങ്ക. നല്ല ഭംഗിയുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാ പ്രാവശ്യവും നമ്മൾ അറ്റ്ലാന്റിസിൽ വന്നാൽ കുറേ റൈഡിന് വരിക്കും, അങ്ങനെ സമയം കഴിക്കും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വേറെ കുറച്ച് പരിപാടികളാണ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഡോൾഫിൻ്റെ ഷോ ആണ്. ഓൺ ദ വേ നമ്മളിപ്പോൾ വാടാ എന്താണ് ഊരിയ നമ്മൾ ഈ ഏരിയക്കൊക്കെ 3 വട്ടം ഞാൻ അക്വാവഞ്ചർ വിസിറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടില്ല. ഇങ്ങനത്തെ ഏരിയാസ് ഉണ്ട്. These dolphins are truly remarkable creatures of the sea. Let's dive into the fun and educational realm, shall we? ഇയാളിപ്പോ കുറച്ച് കാലെടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിനെങ്ങനെ പണിപ്പെടുത്തിരിക്കാൻ. Ladies and gentlemen, we are going to witness a race with our dolphins together with one of our audience right here, Elena. Hi, Elena. Come. All right, Elena, you will be having a race with our dolphins. All you just need to do is to run from the beach area from here up to the middle. When you see the dolphins go back, you also need to go back. Just on the middle. Let's see who will go faster. You can go back. ഒരു സുഖല്ലേ? സുഖം. ഞാൻ പോകുന്നു. അങ്ങനെയുണ്ട്
രസമുണ്ടോ? രസമുണ്ടോ? സംഭവം രസമുണ്ട്. തന്ത പോയി. സംഭവം രസമുണ്ടായിട്ടൊരു തന്തായിരുന്നു. എങ്ങനെയാണ് സ്പീഡിൽ നടക്കുക? വീട്ടിൽ നടത്തുക. അതായത് ചാടലില്ല, നീന്തലില്ല. ഓക്കെ, എന്നാ നടക്കും. ആ നിൽക്കുന്ന ആൾ വരെ. ഓക്കെ, സ്റ്റാർട്ട്. ആ എത്രയപ്പം ഇതിൻ്റെയൊക്കെ പ്രായം എന്ന് പറയാം? 40-40 വയസ്സുണ്ട്. നടക്കും. നമുക്ക് ഈ ബാൻഡിലുള്ള ഐറ്റംസ്, ഇതിലുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊക്കെ എന്താ പറഞ്ഞാണ്? ചിക്കൻ എടുക്കുക, വേറെ ഒന്നുമില്ല. അല്ല, എനിക്ക് 10 പീസ് ഫ്രൈഡ് ചിക്കൻ കൊടുത്തു തരും. ഇപ്പൊ തിന്നണ എത്ര റുപ്യൻ്റെ അറിയോ? 86 റംസിന്റെ ഫ്രൈഡ് ചിക്കൻ തിന്നാണ്. ആ എന്താ നഷ്ടമായോ? ഓടിയാലോ? I have no authority here. Sir, achar. क्या करिए? पाव जल रहा है यार. बहुत गर्मी है. 2 पकड़ो ना, एक डाले. 2 पकड़ के डालो. വെറുതെ വോളിബോൾ കിടക്കണ കണ്ടപ്പോൾ തട്ടാൻ പോയതാ. പക്ഷേ അമ്മമാർക്ക് അറിയില്ലായിരുന്നു പുലിമടയിലോട്ട് ഒരു കയറുന്നത്. 2 അവരപ്പം ജോയിൻ ചെയ്ത്. ഓർക്കാണെങ്കിൽ വോളിബോൾ കളിക്കാനും അറിയാം, ഫസിക്കും തൈബിനും കളിക്കാനും അറിയില്ല. അപ്പോൾ പെട്ടിക്കണം. തൈബ് എന്താ കാട്ടണം? എന്താ അവസ്ഥ? ഞാൻ തമ്മിലുള്ള മത്സരത്തിൽ 5-1 അർജന്റീനക്കാർ കാട്ടുമാതി ആണുങ്ങളെ പോലെ കളിക്കും. ജയം ജയല്ല. എന്നോടാണ് കൂട്ടുകൂടുത്തുള്ള ജയം ജയല്ല. സമ്മതിക്കൂലെന്ന് പറഞ്ഞ സമ്മതിക്കൂല. നമ്മുടെ ഒരു ഫയറിനെ പറ്റിയതാണ്. അല്ലല്ല, ഇവിടെ നമുക്ക് താഴത്തേക്ക് ചാടാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ലേ മലയാളിക്ക് പറ്റൂല. ചാടാൻ മാത്രമേ ഉള്ളൂ, സമ്മതിക്കാൻ ഞാൻ എന്താ. അപ്പോൾ അറ്റ്ലാന്റിസിൻ്റെ ഉള്ളത്തെ പരിപാടിയൊക്കെ തീർത്ത് നമ്മൾ അക്വേറിയം കാണാൻ പോകും. അക്വേറിയം കാണാൻ പോകും. അപ്പോൾ നമ്മൾ റൈഡിലൊന്നും ഓൾമോസ്റ്റ് കയറിയില്ല. കാരണം 6-ാമത്തെ വട്ടമാണ് വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ 1-ാമത്തെ നല്ല ചൂടാണ്, കട്ട ചൂടാണ്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ അക്വേറിയത്തിൽ പോകാം. അക്വാമാൻ. At 5 o'clock in the middle. 5 o'clock? Mermaid. Okay. അപ്പോൾ 4:45 ടൈം. വാ വാ, മറ്റേ സാധനം. ഇതെന്ത് ഫിഷാ? ഇത് ജെല്ലിഫിഷ. ഞാൻ 6 വട്ടമായിട്ട് അക്വാഞ്ചർ റോഡിൽ വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ അക്വേറിയത്തിനുള്ളിൽ കയറുന്നു. ഇത് നഷ്ടമായിരുന്നു കയറാതിരുന്നെങ്കിൽ.
living quarters. എന്താ ഇതില്ല എന്താണ് ഇതെന്താ ഏ സാധനോ സീനി അയ്യോ ഹലോ ഓ സീൻ സാധനമല്ല. ഇതിന്റെ പേരെന്താടാ പ്രിയ? ഒരു കൊടുത്തില്ല. ഏത് അത് തിന്നണോ? ഇത് തിന്നോ? ഒരു ഷോർട്ട് എടുക്കാനോടോ? ഇത് തിന്നോടോ പ്ലീസ്. ഇതെന്താ? ഷോപ്പ് ന്യൂസറി. ആ ഷാഹിദിനാ ഒച്ച ഉണ്ടാക്കൽ കിട്ടിയത്. ഇതെന്താടാ? ഫിഷോ. അടിയിലോ ഇതൊന്നുമില്ലല്ലോ. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ബാക്ക് ഓഫ് ഹൗസ്. ഒരു നല്ല അടിപൊളിയായിട്ട് കേട്ടോ എല്ലാതും പ്രസന്റ് ചെയ്തിരിക്കണം. നല്ലൊരു ഫീലുണ്ട്. ഏതാ പ്രസന്റേഷൻ? സത്യം പറയല്ല, ഭയങ്കര നഷ്ടമായിരുന്നു ഞാൻ ഇത്രയും കാലം ഇവിടെ വരാതിരുന്നത്. എന്താ ചെയ്ത ലോബ്സ്റ്റേഴ്സ് അവിടെ ഉണ്ടല്ലോ സാധനം. കട്ടിയ നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാ. നടണം കിട്ടോ? ഇത് വേറെ ഐറ്റാ അല്ലേ? അത് സെയിം ലോബ്സ്റ്ററാ? എത്ര ആളാണ് ഇതിൽ ഫോട്ടോ എടുക്കാനായിട്ട്? ഇതിക്ക് മാത്രം പേരാണോ? അത് നമുക്ക് ചോദിച്ചോളാം. ഇവിടെ 5 മണിക്ക് മൂവി തുടങ്ങുന്നു പറഞ്ഞു. നമുക്ക് മൂവി കാണാം. മൂവി ഇവിടെ തുടങ്ങാൻ പോകട്ടാ. എന്ത് മൂവിയാണ് നടച്ചെന്നറിയാം. സംഭവം ആംബിയൻസ് അടിപൊളി ആംബിയൻസ്. മൂവി തുടങ്ങാൻ പോവാണ്. ആളുകളൊക്കെ ഫുള്ളായി. ബിരിയാണി ടൈപ്പൊക്കെ വെയിറ്റിങ്ങിലാണ്. വാച്ച് ദ മൂവി. The sunlit land and the deep ocean. Not long ago, we discovered something extraordinary underwater.
within our hands. For generations to come. പോയി എന്റെ മത്സ്യകന്യകേ. Thank you for joining us here at the Lost World Aquarium. May the ocean's blessings travel with you long after the waves have faded. ശരിക്കും ഇതൊക്കെ എന്താണോ ഒരു ഐഡിയ ഇല്ല. What is this? What is this? This is my brother. Explain. What is this? This is my brother. Brother, Another mother. I started YouTube channel also. I will upload it. No, underwater. You really pushed your butt. Joking, macha. Don't do macha this one. No. This one for YouTube. Hyderabad. Okay. Welcome to Hyderabad. ഹൈദരാബാദ്. ഭൂപാലിന് എങ്ങനെ ഹൈദരാബാദിലാ? അതാ ഞാൻ ചോദിച്ചു. Family, father, mother, sister and brother. Please follow him, huh? ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ഒരു സൺസെറ്റോട് കൂടിയിട്ട് നമ്മൾ കമ്പനിയുടെ ഡെക്കറേഷൻ കഴിഞ്ഞ് ബസ്സൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം.